Hello, Bharathiar University STE BA English second year. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 പോയട്രി. ലെസൺ 3 മിറർ ബൈ സിൽവിയ പ്ലാത്ത്. പ്രിയോർഡേൻ, ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് യുവർ മിറർ ഈസ് സ്പീക്കിംഗ് ടു യു? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മിറർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? Discuss in several groups. Mirror adds or lessens your confidence. മിറർ, നിങ്ങളുടെ കണ്ണാടി നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു കാര്യം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ. തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വിത്തൗട്ട് എ മിറർ. മിറർ ഇല്ലാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുക. വാട്ട് വിൽ ബി യുവർ ഓൾട്ടർനേറ്റീവ്? മിററിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ്, മിററിന് പകരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഡിസ്കസ്. സ്റ്റുഡൻസ് ബെനഫിഷ്യറീസ്. ടു എനാബിൾ സ്റ്റുഡൻസ് ടു എസ്റ്റാബ്ലിഷ് സിൽവിയ പ്ലാത്ത്സ് ഇമ്പോർട്ടൻസ് ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സിൽവിയ പ്ലാത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് സ്റ്റുഡൻസിന് മനസ്സിലാവാൻ വേണ്ടി. To train students to analyze literary writings based on Sylvia Plath's Mirror. സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്നുള്ള ഈ ഒരു പോയം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ലിറ്റററി റൈറ്റിങ്സ്, എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് അനലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്യാൻ. സിൽവിയ പ്ലാത്ത്സ് ലൈഫ്. സിൽവിയ പ്ലാത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. Sylvia Plath, October 27, 1932 to February 11, 1963, was an American poet, novelist, and short story writer. Known primarily for her poetry, Plath also wrote a semi-autobiographical novel, The Bell Jar, under the pseudonym Victoria Lucas. The book's protagonist, Esther Greenwood, is a bright, ambitious student at Smith College who begins to experience a mental breakdown while interning for a fashion magazine in New York. The plot parallels Plath's experience interning at Mademoiselle magazine and subsequent mental breakdown and suicide attempt. അപ്പോൾ സിൽവിയ പ്ലാത്ത് ഒരു അമേരിക്കൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അവളുടെ പോയട്രിയെ കുറിച്ചുള്ളതാണ്. ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി, ആത്മകഥ. അപ്പോൾ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എന്ന് വെച്ചാൽ ആ നോവലിനകത്ത് മുഴുവനായിട്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങളാവില്ല. അപ്പോൾ അങ്ങനെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ദ ബെൽ ജാർ എന്നാണ് പേര്. അണ്ടർ ദ സ്യൂഡോണിം വിക്ടോറിയ ലൂക്കാസ്. സ്യൂഡോണിം എന്ന് വെച്ചാൽ ഓമനപ്പേര്. അപ്പോൾ വിക്ടോറിയ ലൂക്കാസ് എന്ന പേരിൽ ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എഴുതിയിട്ടുണ്ട്. ദ ബെൽ ജാർ എന്നാണ് ആ നോവലിൻ്റെ പേര്. ആ ബുക്കിലെ പ്രൊട്ടാഗോണിസ്റ്റ്, അതായത് മുഖ്യ കഥാപാത്രം എസ്തർ ഗ്രീൻവുഡാണ്. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള, ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. സ്മിത്ത് കോളേജിലെ ഒരു ബ്രൈറ്റ് ആംബിഷ്യസ് സ്റ്റുഡൻ്റാണ് ഈ എസ്തർ ഗ്രീൻവുഡ്. അത് ന്യൂയോർക്കിലെ ഒരു ഫാഷൻ മാഗസിനിൽ ഇൻറ്റേൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈയൊരു ഇതിവൃത്തം, അതായത് ഈയൊരു നോവലിലുള്ള ഇതിവൃത്തം പ്ലാത്തിൻ്റെ മാഡമോസെല്ലെ എന്നുള്ള മാഗസിനിൽ ഇൻറ്റേൺ ചെയ്യുന്ന സമയത്ത് പ്ലാത്തിനുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും അത് പിന്നീട് അതൊരു മെൻ്റൽ ബ്രേക്ക് ഡൗണിനും അതുപോലെ ഒരു ആത്മഹത്യാ ശ്രമത്തിനും ഒക്കെ കാരണമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിവൃത്തമാണ് ഈ ഒരു നോവലിലുള്ളത്. ടെക്സ്റ്റ്. ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. I have no preconceptions. Whatever I say, I swallow immediately, just as it is, unmisted by love or dislike. I am not cruel, only truthful. The eye of a little god four-cornered. Most of the time, I meditate on the opposite wall. It is pink with speckles. I have looked at it so long, I think it is a part of my heart, but it flickers, faces and darkness
separate us over and over. Now I am a lake. A woman bends over me, searching my reaches for what she really is. Then she turns to those liars, the candles or the moon. I see her back and reflect it faithfully. She rewards me with tears and an agitation of hands. I am important to her. She comes and goes. Each morning, it is her face that replaces the darkness. In me, she has drowned a young girl, and in me, an old woman rises toward her day after day, like a terrible fish. അപ്പം ഐ ആം സിൽവർ. ഞാൻ സിൽവറാണ്, ഞാൻ വെള്ളിയാണ്. അത് കളറാവാം, ഈ മിററിൻ്റെ കളറാവാം. ആൻഡ് എക്സാക്റ്റ്, ഞാൻ എക്സാക്റ്റാണ്, ഞാൻ കൃത്യമാണ്, അക്യുറേറ്റാണ്. ഐ ഹാവ് നോ പ്രീ കൺസെപ്ഷൻസ്. പ്രീ കൺസെപ്ഷൻസ് എന്ന് വെച്ചാൽ മുൻധാരണകൾ. എനിക്ക് മുൻധാരണകളില്ല. വാട്ട് എവർ ഐ സീ, ഞാൻ എന്ത് കാണുന്നോ ഐ സോളോ ഇമ്മീഡിയറ്റ്ലി, ഞാൻ പെട്ടെന്ന് സ്വോളോ ചെയ്യും, ഞാൻ അത് വിഴുങ്ങുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, അതുപോലെ തന്നെ. അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. ലവ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക്, സ്നേഹമോ അല്ലെങ്കിൽ അനിഷ്ടമോ കൊണ്ട് അൺമിസ്റ്റഡ് ആണ്, അവ്യക്തമാണ്. അൺമിസ്റ്റ് എന്ന് വെച്ചാൽ മിസ്റ്റ് മഞ്ഞ്, അൺമിസ്റ്റ് വിത്തൗട്ട് മിസ്റ്റ്, മഞ്ഞില്ലാതെ. മഞ്ഞില്ലാതെ ആവുമ്പോൾ അത് ക്ലിയറാണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മീനിങ് വരുന്നത് അതുപോലെ സ്നേഹമോ അനിഷ്ടമോ കൊണ്ട് ക്ലിയറാണ്. ഐ ആം നോട്ട് ക്രൂവൽ, ഞാൻ ക്രൂരനല്ല. ഓൺലി ട്രൂത്ത്ഫുൾ, സത്യം മാത്രം. ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ്, ഒരു ചെറിയ ദൈവത്തിൻ്റെ കണ്ണ്. ഫോർ കോർണേഡ്, 4 മൂലകളിലുള്ള. അത് മിററിൻ്റെ 4 മൂലകളാവും ഇവിടെ ഉദ്ദേശം. മോസ്റ്റ് ഓഫ് ദ ടൈം, കൂടുതൽ സമയവും. ഐ മെഡിറ്റേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ, എതിർവശത്തെ ഭിത്തിയിൽ, വാളിൽ ഞാൻ ധ്യാനം ചെയ്യുന്നു. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം എം ടി ആണ് എന്നുള്ളത് ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സമയവും മനുഷ്യന്മാർ മിററിൽ നോക്കില്ലല്ലോ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അപ്പുറത്തുള്ള ഒരു വാളിലേക്ക് നോക്കിയിരിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. ഇറ്റ് ഈസ് പിങ്ക്, അത് പിങ്കാണ്. വിത്ത് സ്പെക്കിൾസ്, സ്പെക്കിൾസ് പുള്ളികൾ. ആ ഭിത്തിയുടെ കാര്യമാണ്, പിങ്കാണ്, സ്പെക്കിൾസ് ഉണ്ട്, പുള്ളികളുണ്ട്. അപ്പോൾ മിറർ പോലെയല്ലല്ലോ ഭിത്തി, അതിൽ സിമെൻറ്റിൻ്റെയൊക്കെ കുറച്ചൊരു പാടുകളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. മിറർ സ്മൂത്താണ്, അതുപോലെ അല്ല ഭിത്തി, അത്രയേ ഉള്ളൂ. ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് സോ ലോങ്, ഞാൻ ഒരുപാട് നേരം അത് നോക്കി നിന്നു. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈ ഹേർട്ട്, അതെൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പാർട്ടാണ്. ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്, പക്ഷെ അത് മിന്നിമറയുന്നു. ഫ്ലിക്കേഴ്സ്, മിന്നിമറയുന്നു. ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റസ് ഓവർ ആൻഡ് ഓവർ, മുഖങ്ങളും ഇരുട്ടും ഞങ്ങളെ വീണ്ടും വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു, വേർതിരിക്കുന്നു. അത് മിററിൽ ആളുകൾ മുഖം നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മുഖവും, അതായത് ആ ആളുകളും, അതുപോലെ ഡാർക്ക്നെസ്, ഇരുട്ട്, രാത്രിയിൽ വരുന്ന ഇരുട്ട്, അതും ആളുകളും മാത്രമാണ് ഞങ്ങൾക്കിടയിൽ സെപ്പറേറ്റായി വരുന്നത്, ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. നൗ ഐ എം എ ലേക്ക്, ഇപ്പോൾ മിറർ, കണ്ണാടി സ്വയം ലേക്കായിട്ട്, തടാകമായിട്ട് ഉപമിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ലേക്കാണ്, ഞാൻ തടാകമാണ്. എ വുമൺ ബെൻസ് ഓവർ മീ, ഒരു സ്ത്രീ എൻ്റെ മേൽ കുനിയുന്നു. അതായത് മിററിൽ ഒരു സ്ത്രീ നോക്കുന്ന സമയത്ത് സെർച്ചിങ് മൈ റീച്ചസ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്, അവൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് എൻ്റെ പരിധി വരെ സെർച്ച് ചെയ്യുന്നു, തിരയുന്നു. ദെൻ ഷീ ടേൺസ് ടു ദോസ് ലയേഴ്സ്, പിന്നെ അവൾ ആ കള്ളന്മാരുടെ നേരെ തിരിയുന്നു. ദ ക്യാൻഡിൽസ് ഓർ ദ മൂൺ, ക്യാൻഡിൽസ് മെഴുകുതിരികൾ അല്ലെങ്കിൽ മൂൺ ചന്ദ്രൻ. അത് എന്താണെന്ന് വെച്ചാൽ
ക്യാൻഡിൽ ലൈറ്റിലും അതുപോലെ മൂൺ ലൈറ്റിലും സ്ത്രീകൾ കൂടുതൽ അവരുടെ അപ്പിയറൻസ് ഒരു നല്ലതായിട്ട് തോന്നിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാൻഡിലിനെയും മൂണിനെയും ലയേഴ്സ് എന്ന് മിറർ വിളിച്ചത്. ഐ സീ ഹർ ബാക്ക്, ഞാൻ അവളെ തിരികെ കാണുന്നു. ആൻഡ് റിഫ്ലക്റ്റ് ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി, അത് വിശ്വസ്തയോടെ പ്രതിഫലിപ്പിക്കുന്നു. ഫെയ്ത്ത്ഫുള്ളി വിശ്വസ്തത, റിഫ്ലക്റ്റ് പ്രതിഫലിപ്പിക്കുക. ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് ആൻ അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ്, അവൾ കണ്ണുനീര് കൊണ്ട് എനിക്ക് റിവാർഡ് തന്നു. റിവാർഡ് മീൻസ് പ്രതിഫലം. ആൻഡ് ആൻ അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്, കൈകളുടെ പ്രക്ഷോഭവും. അജിറ്റേഷൻ പ്രക്ഷോഭം. ഞാൻ വിശ്വസ്തയോടെ അവൾക്ക് പ്രതിഫലിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ എനിക്ക് പ്രതിഫലമായിട്ട് തരുന്നത് കണ്ണുനീരും അതുപോലെ കൈകളുടെ പ്രക്ഷോഭവുമാണ്. അതായത് മിററിൽ അടിക്കുന്നതോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കണം. ഐ ആം ഇമ്പോർട്ടൻറ്റ് ടു ഹർ, ഞാൻ അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. ഷി കംസ് ആൻഡ് ഗോസ്, അവൾ വരുന്നു ആൻഡ് ഗോസ് പോകുന്നു. ഈച്ച് മോർണിംഗ് ഇറ്റ് ഈസ് ഹെർ ഫേസ് ദാറ്റ് റീപ്ലേസസ് ദ ഡാർക്ക്നെസ്. ഈ ഐ ആം ഇമ്പോർട്ടൻറ്റ് ടു ഹർ, ഷീ കംസ് ആൻഡ് ഗോസ് എന്നുള്ളിടത്ത് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് മിററിൽ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അവിടെ ഒരു ധ്വനിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈച്ച് മോർണിംഗ് ഇറ്റ് ഈസ് ഹെർ ഫേസ് ദാറ്റ് റീപ്ലേസസ് ദ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് എല്ലാ മോർണിംഗിലും ഡാർക്ക്നെസ് റീപ്ലേസ് ചെയ്യുന്നത് അത് അവളുടെ മുഖമാണ്. അതായത് എല്ലാ മോർണിംഗ്സിലും അവൾ വന്നിട്ട് കണ്ണാടി നോക്കാറുണ്ട്. ഇൻ മീ ഷീ ഹാസ് ഡ്രോൺഡ് എ യങ് ഗേൾ. ഇൻ മീ എന്നിൽ അവൾ ഒരു യങ് ഗേളിനെ, ഒരു ചെറിയ പെൺകുട്ടിയെ ഡ്രോൺഡ് മുക്കിയിരിക്കുന്നു. ഡ്രോൺഡ് മീനിങ് മുങ്ങി മരിച്ചു. ആൻഡ് ഇൻ മീ ആൻ ഓൾഡ് വുമൺ റൈസസ് ടുവേർഡ് ഹർ ഡേ ആഫ്റ്റർ ഡേ. എന്നിൽ ഒരു വൃദ്ധ അവളുടെ അടുക്കൽ ദിനം പ്രതി എഴുന്നേറ്റ് വരുന്നു. അതായത് അവൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ ഒരു യങ് ആയിട്ടുള്ള ഗേളിനെയാണ് അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവൾ കാണുന്നത് ഓൾഡായിട്ടുള്ള അവളെ. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഓൾഡായിട്ട് വരുന്നുണ്ട്, നമുക്ക് വയസ്സായിട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. ലൈക്ക് എ ടെറിബിൾ ഫിഷ്, ഒരു ഭയങ്കര മത്സ്യം പോലെ. അപ്പോൾ ഇതാണ് സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്നുള്ള പോയം. നെക്സ്റ്റ് ഒബ്സർവേഷൻ. ദർ ഇസ് എ നോട്ടീസബിൾ കമ്പാരിസൺ ബിറ്റ്വീൻ ദ പോയം ദ മിറർ by Sylvia Plath and the article Barbie that appeared in the Newsday Tuesday, November 18, 1997. The comparison is about how people look, how society could reflect, how you may feel about your looks. അപ്പോൾ സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്നുള്ള ഈ ഒരു പോയം 1997 നവംബർ 18 ട്യൂസ്ഡേ ന്യൂസ്ഡേയിൽ പ്രത്യക്ഷപ്പെട്ട ബാർബി എന്നുള്ള ഒരു ആർട്ടിക്കിളുമായിട്ട് ഒരു നോട്ടീസബിൾ കമ്പാരിസൺ, അതായത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം ഉണ്ട്. ആ കമ്പാരിസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൗ പീപ്പിൾ ലുക്ക്, ആളുകൾ എങ്ങനെയാണ് കാണുന്നത്, ഹൗ സൊസൈറ്റി കുഡ് റിഫ്ലക്റ്റ്, അതിന് സൊസൈറ്റി എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഹൗ യു മേ ഫീൽ അബൌട്ട് യുവർ ലുക്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലുക്കിനെ കുറിച്ചുള്ള ഒരു ഫീല്, അത് എങ്ങനെയാണ്. ഇതാണ് ആ ഒരു കമ്പാരിസൺ. അതായത് നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ ആവില്ല സൊസൈറ്റി നമ്മളെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കും നമ്മൾ ചെയ്യുക, പക്ഷെ സൊസൈറ്റിക്ക് അത് ശരിയായിരിക്കില്ല. അങ്ങനെ രണ്ട് കാഴ്ചപ്പാടുകൾ. അതുതന്നെയാണ് ഇവിടെ മിററിൻ്റെ കാര്യത്തിലും പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായിരിക്കില്ല മിറർ നമ്മൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പക്ഷെ മിറർ തരുന്നത് റിയൽ ആയിട്ടുള്ളതാണ്. In the poem The Mirror, it tells about a lady who dislikes the way she looks. അപ്പോൾ മിറർ എന്നുള്ള ഈ ഒരു പോയത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ ലുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു. ഷി തിങ്സ് ഓഫ് ഹെർസെൽഫ് ആസ് ബീങ് അഗ്ലി. അവളെക്കുറിച്ച് സ്വയം വിചാരിക്കുന്നത് ഷീസ് അഗ്ലി എന്നാണ്.
അവളെ കാണാൻ കൊള്ളില്ല, അവൾ വൃത്തികെട്ടതാണ് എന്നാണ് അവൾ സ്വയം വിചാരിക്കുന്നത്. ഇൻ ദ ആർട്ടിക്കിൾ ഇറ്റ് ടെൽസ് ഹൗ മാറ്റൽ ദ മേക്കേഴ്സ് ഓഫ് ബാർബി വാണ്ട് ടു ചേഞ്ച് ദ ലുക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ബാർബി. അപ്പോൾ ബാർബി എന്നുള്ള ആർട്ടിക്കിളിൽ പറയുന്നു ഹൗ മാറ്റൽ ദ മേക്കേഴ്സ് ഓഫ് ബാർബി വാണ്ട് ടു ചേഞ്ച് ദ ലുക്സ്, അതായത് ബാർബിയുടെ ലുക്കും ഫീച്ചേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. The reason for wanting to change the looks is because the makers of Barbie made Barbie too pretty. അപ്പോൾ ബാർബിയുടെ ലുക്സും ഫീച്ചേഴ്സും ഒക്കെ അതിൻ്റെ മേക്കേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബാർബി പ്രെട്ടി ആയിരിക്കണം, സുന്ദരി ആയിരിക്കണം. കമ്പയർഡ് ടു നോർമൽ പീപ്പിൾ, നൗ ബീങ് പ്രെറ്റി ഈസ് നോട്ട് എ ബാഡ് തിങ്. നോർമൽ പീപ്പിളിനെ കമ്പയർ ചെയ്യുമ്പോൾ, സാധാരണക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബീങ് പ്രെറ്റി, സുന്ദരിയായിരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു മോശം കാര്യമല്ല. ബട്ട് ഫോർ ലിറ്റിൽ ഗേൾസ് ഗ്രോയിങ് അപ്പ് ദേ മേ ഫീൽ ലൈക്ക് ദേ വാണ്ട് ടു ലുക്ക് ലൈക്ക് ബാർബി. എന്നാൽ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് ബാർബിയെപ്പോലെ കാണണം, അവർ ബാർബിയെപ്പോലെ ആവണം എന്നവർക്ക് തോന്നിയേക്കാം. ബാർബി ഈസ് വെരി സ്കിന്നി ആൻഡ് ഹാസ് എ ഗ്രേറ്റ് ഫേസ്. ബാർബി മെലിഞ്ഞിട്ട് ഒരു നല്ല ഫേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ബാർബി. സോ ലിറ്റിൽ ഗേൾസ് മേ സ്റ്റോപ്പ് ഈറ്റിംഗ് ഓർ ഡൂയിങ് അതർ തിങ്സ് സോ ദേ കുഡ് ലുക്ക് ലൈക്ക് ബാർബി. അപ്പോൾ ബാർബി മെലിഞ്ഞതായതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികൾ, വളർന്നു വരുന്ന ചെറിയ പെൺകുട്ടികൾ അവർക്ക് ബാർബിയെപ്പോലെ ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മേ ബി സ്റ്റോപ്പ് ഈറ്റിംഗ്, അവർ കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം, നിർത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അവർക്ക് ബാർബിയെ പോലെ ആവാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ് വോണ്ട് ഹാപ്പൻ, ബാർബി ഇസ് എ ഡോൾ. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല, കാരണം ബാർബി എന്ന് പറയുന്നത് ഒരു ഡോളാണ്, ഒരു പാവയാണ്. പീപ്പിൾ ആർ റിയൽ, നോട്ട് ബാർബി ഡോൾസ്. പീപ്പിൾ എന്ന് പറയുന്നത് മനുഷ്യർ, നമ്മൾ ആളുകൾ, മനുഷ്യർ റിയലാണ്, നമ്മൾ യഥാർത്ഥമായിട്ടുള്ളതാണ്. പക്ഷെ ബാർബി ഡോള് അതൊരു ഡോളാണ്, അത് റിയൽ ആയിട്ടുള്ള ഒന്നല്ല. ദ പോയം മിറർ ഈസ് റിട്ടൺ ബൈ സിൽവിയ പ്ലാത്ത്. ദിസ് പോയം പോർട്രേറ്റ്സ് എവറി വുമൺസ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ലൈസ് ഓഫ് മെനി പീപ്പിൾ ആൻഡ് ദ ഹാർഷ്നെസ് ഓഫ് ട്രൂത്ത്. ഈ പോയം ചിത്രീകരിക്കുന്നു എവറി വുമൺ സ്ട്രഗിൾ, എല്ലാ സ്ത്രീകളുടെയും സ്ട്രഗിള്, ലൈസ് ഓഫ് മെനി പീപ്പിൾ, ഒരുപാട് ആളുകളുടെ നുണകളും, ആൻഡ് ദ ഹാർഷ്നെസ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ഹാർഷ്നെസ്, കാഠിന്യവും. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ എല്ലാ സ്ത്രീകളുടെയും ഒരു സ്ട്രഗിള്, അവരുടെ ഒരു സമരം എഗെയിൻസ്റ്റ് ഒരുപാട് ആളുകളുടെ കള്ളം പറച്ചിലും അതുപോലെ സത്യത്തിൻ്റെ കാഠിന്യത്തോടുമുള്ള ഒരുപാട് സ്ത്രീകളുടെ സ്ട്രഗിളാണ് ഈ ഒരു പോയത്തിൽ പോർട്രേ ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്. Sylvia Plath, a woman who suffered from severe depression from enduring hardships from her childhood and her relationship with her husband. Ted Hughes relates this poem with herself and tries to warn every woman to not judge how men look at them. അപ്പോൾ ഈ മിറർ എന്നുള്ള ഈ പോയം എഴുതിയ സിൽവിയ പ്ലാത്ത് ഒരു വുമണാണ്, മാത്രമല്ല ഡിപ്രഷൻ സഫർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻജോറിങ് ഹാർഡ്ഷിപ്സ്, കഷ്ടതകൾ സഹിക്കുന്നു. ഹാർഡ്ഷിപ്സ്, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ. ഫ്രം ഹർ ചൈൽഡ്ഹുഡ്, അവളുടെ കുട്ടിക്കാലത്ത് കഷ്ടതകൾ സഹിക്കുന്നു അന്നും. ആൻഡ് ഹർ റിലേഷൻഷിപ്പ് വിത്ത് ഹർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് അവൾക്ക് സിവിയർ ആയിട്ടുള്ളൊരു ഡിപ്രഷൻ വന്ന് അതൊക്കെ സഹിച്ചിട്ടുള്ള, അതൊക്കെ സഫർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സിൽവിയ പ്ലാത്ത്, നമ്മുടെ പോയറ്റ്. അപ്പോൾ അവരെ തന്നെ ഈ ഒരു പോയത്തിൽ റിലേറ്റ് ചെയ്യുകയാണ്. ആൻഡ് എല്ലാ സ്ത്രീകളെയും ഒന്ന് വാൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, ഒന്ന് മുന്നറിയിപ്പ് നൽകാനായിട്ട് ട്രൈ ചെയ്യുന്നു. ടു നോട്ട് ജഡ്ജ് ഹൗ മെൻ ലുക്ക് അറ്റ് ദം, പുരുഷന്മാർ, മെൻ, അവരെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വെച്ചിട്ട് വിധിക്കരുത് എന്ന്, ജഡ്ജ് ചെയ്യരുത് എന്ന്. She feels that women should not be superficial and learn to be less self-conscious because appearances do not matter. It's a whole that counts.
അവൾ ചിന്തിക്കുന്നു സ്ത്രീകൾ സൂപ്പർഫിഷ്യൽ ആവരുത്, അതായത് ഉപരിപ്ലവമാവരുത്. എന്നുവെച്ചാൽ പുറമേ കാണുന്നത്, ഉപരിതലത്തിലുള്ളത് വിശ്വസിക്കുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു ഇതാവരുത്. ആൻഡ് ലേൺ ടു ബി ലെസ് സെൽഫ് കോൺഷ്യസ് സ്വയം അവബോധം അത് കുറയ്ക്കാൻ പഠിക്കണം. ബിക്കോസ് അപ്പിയറൻസസ് ഡു നോട്ട് മാറ്റർ, നമ്മുടെ അപ്പിയറൻസ് മാറ്റർ ചെയ്യുന്നില്ല, അതിൽ കാര്യമില്ല. ഇറ്റ്സ് ദ ഹോൾ ദാറ്റ് കൗണ്ട്സ്, അത് മൊത്തത്തിൽ പ്രധാനമാണ്. എന്നുവെച്ചാൽ നമ്മുടെ രൂപം എന്താണോ അതിൽ പ്രധാനമില്ല, നമ്മളെന്താണ് അതാണ് പ്രധാനം. അല്ലാതെ നമ്മുടെ ഒരു രൂപം ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. Plath managed to strengthen her ideas and emotions, used many literary devices when sending out her ideas. For example, Plath personifies the mirror with human characteristics and abilities, as the mirror is talking in a monologue form. In the first stanza, the mirror thinks very highly of itself, but ironically, the mirror is actually very shallow ആൻഡ് അൺഇൻ്റലിജൻറ്റ്. പ്ലാത്തിൻ്റെ ഇമോഷൻസ്, ഐഡിയാസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തിപ്പെടുത്താനായിട്ട് ലിറ്റററി ഡിവൈസസ്, ഒരുപാട് ലിറ്റററി ഡിവൈസസ് എന്ന് വെച്ചാൽ സാഹിത്യപരമായിട്ടുള്ള ഡിവൈസസ്, ഉപകരണങ്ങൾ, അത് അയണി പേഴ്സണിഫിക്കേഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ യൂസ് ചെയ്തിട്ടുണ്ട്. അവൾ മീൻസ് നമ്മുടെ പോയറ്റ് പ്ലാത്ത് മിററിനെ ഒരു പേഴ്സൺ ആയിട്ട്, ഒരു മനുഷ്യനായിട്ട്, ഒരു വ്യക്തിയായിട്ട് മിററിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ മിറർ സംസാരിക്കുന്നതും അതൊക്കെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് മനുഷ്യരുടെ ഒരു ക്യാരക്ടേഴ്സ് അതൊക്കെ പേഴ്സണിഫിക്കേഷൻ ചെയ്യുക. കഴിഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ കൂട്ടത്തിൽ പേഴ്സണിഫിക്കേഷൻ എന്നുള്ളത്. അത് ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവൻ ഉള്ളതായിട്ട്, ജീവൻ മീൻസ് ഹ്യൂമൻ ക്യാരക്ടേഴ്സ് അത് കൊടുക്കുക. അങ്ങനെ ഇവിടെ മിററിന് ചെയ്തിട്ടുണ്ട്. മിറർ സ്വയം അതിനെ ഒരു ഹൈ ആയിട്ട്, ഒരു വളരെ ഉയർന്നതായിട്ട് കാണുന്നു. പക്ഷെ അയോണിക്കലി, വിരോധാഭാസം, അതെന്താണെന്ന് വെച്ചാൽ മിറർ ഈസ് ആക്ച്വലി വെരി ഷാലോ ആൻഡ് അൺഇൻ്റലിജൻറ്റ്. ഷാലോ മീൻസ് ആഴം കുറഞ്ഞ, അൺഇൻ്റലിജൻറ്റ് ബുദ്ധിയില്ലാത്ത, ബുദ്ധിശൂന്യമായിട്ടുള്ള. സിൽവിയ പ്ലാത്ത് വാസ് എൻ അമേരിക്കൻ പോയറ്റ് ഫ്രം ജമൈക്ക പ്ലെയിൻ, മസാച്യുസെറ്റ്സ്. Her very short 30-year life was riddled with stress and depression. Even though she was a very smart and talented young woman, at the age of 20, she tried to commit suicide. ഇപ്പോൾ സിൽവിയ പ്ലാത്ത് ഒരു അമേരിക്കൻ പോയിറ്റാണ്. അവളുടെ 30 ഇയർ എന്നുള്ളത് ആകെ ആ ഒരു പോയിറ്റ് ജീവിച്ചിട്ടുള്ളത് 30 വർഷമാണ്. അപ്പോൾ അവളുടെ ഒരു ഷോർട്ടായിട്ടുള്ള, ഒരു കുറഞ്ഞ സമയം മാത്രം അവൾ ജീവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ടായിട്ടുള്ള 30 ഇയർ ലൈഫ് അത് പിരിമുറുക്കം കൊണ്ടും അതുപോലെ ഡിപ്രഷൻ, വിഷാദം കൊണ്ടൊക്കെ റിഡിൽഡായിരുന്നു, അലങ്കോലപ്പെട്ടതായിരുന്നു. അവൾ സ്മാർട്ടായിട്ടുള്ള, ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യങ് വുമൺ ആയിട്ട് പോലും അവൾക്ക് 20 ഇയേഴ്സിൽ, 20ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യാൻ അവൾ ട്രൈ ചെയ്തു. Unsuccessful at this task, she continued to write, though her work suffered and became darker and more depressing. ഈ ടാസ്കിൽ വിജയിച്ചില്ലെങ്കിലും അവൾ എഴുത്ത് തുടർന്നു. അവളുടെ ജോലി സഫർ ചെയ്തെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും അത് കൂടുതൽ ഡാർക്കും, ഇരുണ്ടതും ഡിപ്രസിങ്ങുമായിട്ട്, വിഷാദം നിറഞ്ഞതുമായിട്ട് തീർന്നു. A few years later she married and had 2 children and 1 miscarriage. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ മാരി ചെയ്തു, 2 ചിൽഡ്രൻ ഉണ്ടായി, ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. Still bothered by this miscarriage and her recent divorce in February of 1963, sadly Sylvia succeeded in her second attempt at suicide by inhalation of natural gas. അപ്പോൾ ഈ ഒരു മിസ്കാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടും അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഈ സിൽവിയ പ്ലാത്ത്
രണ്ടാമത്തെ സൂയിസൈഡ് അറ്റംപ്റ്റിൽ സക്സസ് ചെയ്തു, അതായത് മരിച്ചു. ബൈ ഇൻഹലേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ശ്വസിച്ചുകൊണ്ട് അവർ രണ്ടാമത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്തു. സിൽവിയാസ് പോയം ലാസ്റ്റ് വേർഡ്സ് വാസ് റിട്ടൺ ഇൻ 1961 ഇൻ ദ midst of her depression, as you can tell as you read through this almost disturbing piece. സിൽവിയയുടെ അവസാനത്തെ പോയമാണ് ലാസ്റ്റ് വേർഡ്സ്, റിട്ടൺ ഇൻ 1961. ഇത് അവളുടെ ഡിപ്രഷൻ്റെ ഇടയ്ക്ക് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. നമുക്കത് പറയാൻ കഴിയും, അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് ഓൾമോസ്റ്റ് ഡിസ്റ്റർബിങ് പീസാണ്. മോസ്റ്റ് ഓഫ് ഹെർ പോയംസ് ടുവേർഡ് ദ എൻഡ് ഓഫ് ഹെർ ലൈഫ് were depressing and having to do with death. അവളുടെ ജീവിതത്തിൻ്റെ അവസാനത്തോടടുത്തുള്ള മിക്ക കവിതകളും മിക്ക പോയംസും ഡിപ്രസിംഗ് ആയതും അതുപോലെ മരണവുമായി ബന്ധപ്പെട്ടതുമായിരുന്നു. Another example of her dark poetry came in the same year, 1961, and was entitled Mirror. This poem has many references towards death. അവളുടെ ഡാർക്ക് പോയട്രിയുടെ മറ്റൊരു ഉദാഹരണമാണ് 1961 പബ്ലിഷ് ചെയ്തിട്ടുള്ള മിറർ എന്നുള്ള ഈ ഒരു പോയവും. ഇതിലും ഡെത്തിൻ്റെ ഒരുപാട് റെഫറൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വിൻഡോസ്, puddles, glasses and gold are all means of showing one's reflection. വിൻഡോസ്, ജനലകൾ, കുളങ്ങൾ, ഗ്ലാസ്, അതുപോലെ ഗോൾഡ്, സ്വർണം, ഇതൊക്കെ റിഫ്ലക്ഷൻ, പ്രതിഫലനം കാണിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. The reflections we see are true representations of our own existence. ഈ റിഫ്ലക്ഷൻസ് നമ്മുടെ നമ്മുടെ നിലനിൽപ്പിൻ്റെ ട്രൂ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്, ട്രൂ ആയിട്ടുള്ള പ്രതിനിധീകരിക്കുന്ന ആണ് കാണിക്കുന്നത്. No matter what it is that shows our reflection, it cannot lie. നമ്മുടെ പ്രതിഫലനം കാണിക്കുന്നത് എന്തായാലും it cannot lie, അതിന് നുണ പറയാനാവില്ല. In the poem Mirror, Sylvia Plath reveals that all mirrors show the truth. സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്നുള്ള ഈ ഒരു പോയത്തിൽ റിവീൽ ചെയ്യുന്നുണ്ട് എല്ലാ മിററും ട്രൂത്താണ് കാണിക്കുന്നത് എന്ന്. She shows the thoughts and emotions that a mirror would emit. കണ്ണാടി പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ചിന്തകളും ഇമോഷൻസും ഒക്കെ അവൾ കാണിച്ചിട്ടുണ്ട്. Plath makes you look inward to notice how you present yourself not only to the mirror but also to yourself, whether it be beauty or beast. Plath makes you look inward, നമ്മളിലേക്ക് നോക്കാൻ പ്ലാത്ത് ട്രൈ ചെയ്യുന്നു. ടു നോട്ടീസ് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് നോട്ട് ഓൺലി ടു ദ മിറർ, നമ്മൾ മിററിനോട് നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമല്ല, ബട്ട് ഓൾസോ ടു യുവർ സെൽഫ്, അതായത് നമ്മളോട് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നോട്ടീസ് ചെയ്യാനായിട്ട്. വെദർ ഇറ്റ് ബി ബ്യൂട്ടി ഓർ ബീസ്റ്റ്, അത് മേ ബി ബ്യൂട്ടി ആവാം അല്ലെങ്കിൽ ബീസ്റ്റ് ആവാം, അതെന്തായാലും നമ്മളോട് എങ്ങനെയാണോ അത് എങ്ങനെയാണെന്നുള്ളത് നോട്ടീസ് ചെയ്യാൻ. ഷീ യൂട്ടിലൈസസ് സിംബോളിസം, ഇമാജറി ആൻഡ് മെറ്റഫേഴ്സ് ടു പ്രസൻറ്റ് ദ ട്രൂ മീനിങ് ഓഫ് ദ മിറർ. മിറർ എന്നുള്ളതിൻ്റെ ട്രൂ മീനിങ്, യഥാർത്ഥമായിട്ടുള്ള അർത്ഥം പ്രസൻറ്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ സിംബോളിസം, ഇമാജറി, അതുപോലെ മെറ്റഫർ, ഇതൊക്കെ അവൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ മിറർ ഇൻ ദ പോയം സിംബലൈസസ് ട്രൂത്ത്. മിറർ ട്രൂത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, പ്രതീകമാക്കുന്നത്. എവ്രി വൺ ഹാസ് സർട്ടൻ ഫ്ലോസ് ആൻഡ് നോ മാറ്റർ വാട്ട് ദ മിറർ കനോട്ട് ഹെസിറ്റേറ്റ് ടു ഷോ ദം. എവ്രി വൺ ഹാസ് സർട്ടൻ ഫ്ലോസ്, എല്ലാവർക്കും കുറവുകൾ ഉണ്ടാകും. ആൻഡ് നോ മാറ്റർ വാട്ട്, അതെന്താണെന്നുള്ളത് കാര്യമല്ല. ദ മിറർ കനോട്ട് ഹെസിറ്റേറ്റ് ടു ഷോ ദം, അതിനെ കാണിക്കാൻ മിററിനെ മടിക്കാനാവില്ല. ഹെസിറ്റേറ്റ് മീൻസ് മടിക്കുക, മടി. ദ മിറർ ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് നോട്ട് ക്രൂവൽ, ഓൺലി ട്രൂത്ത്ഫുൾ. മിററിനെ ഇവിടെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് ക്രൂരനല്ല, സത്യസന്ധൻ ആണ്.
Unlike humans that have judged her and lied to her about her appearance, the mirror cannot. അവളെ അപ്പിയറൻസിനെ കുറിച്ച് അവളോട് കള്ളം പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളെ പോലെയല്ല മിററിന് അത് കഴിയില്ല. പ്ലാത്ത് യൂസസ് പേഴ്സണിഫിക്കേഷൻ ടു ഗിവ് ദ മിറർ ദ ഡിവൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈറ്റ്. അപ്പം പ്ലാത്ത് മിററിന് പേഴ്സണിഫിക്കേഷൻ നൽകുന്നു ടു ഡിവൈൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സൈറ്റ്, കാഴ്ചയുടെ ഒരു സ്വഭാവം നൽകുന്നതിനായിട്ട്. നെക്സ്റ്റ്, അതർ വർക്ക്സ്. Plath has been criticized for her controversial allusions to the Holocaust and is known for her uncanny use of metaphor. Her work has been compared to and associated with Annie Sexton, W.D. Snodgrass, and other confessional poets. അപ്പോൾ പ്ലാത്ത് കോൺട്രവേഴ്ഷ്യൽ അലൂഷൻസ്, വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ടു ദ ഹോളോകോസ്റ്റിനെ കുറിച്ചുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈസ് നോൺ ഫോർ ഹർ അൺകാനി യൂസ് ഓഫ് മെറ്റഫറിൻ്റെ രൂപകത്തിൻ്റെ അസാധാരണമായിട്ടുള്ള ഉപയോഗത്തിനും പേര് കേട്ടതാണ്. പിന്നെ അവളുടെ വർക്ക്സിനെ താരതമ്യപ്പെടുത്തുകയും ബന്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിത്ത് ആനി സെക്സ്റ്റോൺ, W.D. സ്നോഡ്ഗ്രാസ്, അതുപോലെ അതർ കൺഫെഷണൽ പോയിറ്റ്സുമായിട്ട് താരതമ്യപ്പെടുത്തുകയും ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. While the few critics who responded to Plath's first book, The Colossus, did so favorably, it has also been described as somewhat staid and conventional in comparison to the much more free-flowing imagery and intensity of her later work. പ്ലാത്തിൻ്റെ ആദ്യത്തെ ബുക്കായിട്ടുള്ള ദ കൊളോസസ്, അതിനോട് പ്രതികരിച്ചവരെ ചുരുക്കം ചില വിമർശകർ മാത്രം അതിന് അനുകൂലമായിട്ട് ചെയ്തപ്പോൾ അവളുടെ പിന്നീടുള്ള കൃതികൾ കൂടുതൽ സ്വതന്ത്രമായി ഒഴുകുന്ന ഇമേജറി ആൻഡ് ഇൻറ്റൻസിറ്റി, തീവ്രതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ഥിരതയുള്ളതും പരമ്പരാഗതവുമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. The poems in Ariel mark a departure from her earlier work into a more personal arena of poetry. It is a possibility that Lowell's poetry, which is often labeled confessional, played a part in this shift. Indeed, in an interview before her death, she listed Lowell's life studies as an influence. The impact of Ariel was dramatic, with its potentially autobiographical descriptions of mental illness in poems such as Tulip's Daddy and Lady Lazarus. ഏരിയൽ എന്നതിലെ കവിതകൾ അവളുടെ മുൻകാല കൃതികളിൽ നിന്ന് കൂടുതൽ വ്യക്തിപരമായ കവിതാമണ്ഡലത്തിലേക്കുള്ള ഒരു വ്യതിചലനത്തെ അടയാളപ്പെടുത്തുന്നു. ഡിപ്പാർച്ചർ, വ്യതിചലനം, പേഴ്സണൽ അരന, വ്യക്തിഗത മേഖല. In 1982, Plath became the first poet to win a Pulitzer Prize posthumously for the collected poems. In 2006, a graduate student at Virginia Commonwealth University discovered a previously unpublished sonnet written by Plath entitled Ennui. The poem, composed during Plath's early years at Smith College, is published in Blackbird, the online journals. അപ്പം 1982 പ്ലാത്തിന് ഒരു പുലിസ്റ്റർ പ്രൈസ് കിട്ടി, ദ കളക്റ്റഡ് പോയംസ് എന്നുള്ള ഒരു ബുക്കിന്. പിന്നെ 2006 ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് ഒരു സോണറ്റ് കിട്ടി, റിട്ടൺ ബൈ പ്ലാത്ത്, എൻടൈറ്റിൽഡ് എൻവോയ് എന്ന പേരിലുള്ള ഒരു സോണറ്റ് മുമ്പ് എഴുതിയത് കിട്ടി. സ്മിത്ത് കോളേജിലെ പ്ലാത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ കമ്പോസ് രചിച്ച ബ്ലാക്ക്ബേർഡ് എന്നുള്ള ഒരു പോയം ഓൺലൈൻ ജേർണൽസിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാർട്ട് 1 ആയിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ള ബ്രീഫ് ഔട്ട്ലൈൻ അതുപോലെ
അതിനുശേഷമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.